ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഓം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോജം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം പരിപാടിയിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 2-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25ഓളം ശ്ലോകങ്ങൾ കണ്ടു. 26 മുതൽക്കിനി 15 ശ്ലോകങ്ങൾ ബ്രഹ്മാദി ദേവകൃത ഭഗവത് സ്തുതി, അല്ലെങ്കിൽ ദേവകീ ഗർഭഗത വിഷ്ണോഹോ സ്തുതി. ദേവകിയുടെ ഗർഭത്തിൽ വന്ന് അവതരിക്കുന്ന ഭഗവാനെ ബ്രഹ്മാദി ദേവന്മാർ വന്ന് സ്തുതിക്കുന്ന സ്തുതിയാണ് നമ്മൾ ഇന്ന് കാണാനിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള സ്തുതി. നാരായണ. ഇപ്പൊ നമുക്ക് ആദ്യം വായിച്ചിട്ട് 2-ാം അധ്യായം വായിക്കാം, എന്നിട്ട് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ 2-യോऽധ്യായഃ. ശ്രീശുക ഉവാച. പ്രലംബപകചാണൂരതൃണാവർത്തമഹാശനൈഃ മുഷ്ടികാരിഷ്ടദ്വിവിധപൂതനാകേശിധേനുകൈഃ അന്യൈശ്ചാസുരഭൂപാലൈർബാണഭൗമാദിഭിർയുതഃ യദൂനാം കഥനം ചക്രേ ബലീമാഗത സംശ്രയഃ തേ പീഡിതാനി വിവിശുഃ കുരു പഞ്ചാലകേകയാൻ സാൽവാൻ വിദർഭാൻ നിഷധാൻ വിദേഹാൻ കോസലാനപി ഏകേ തമനുരുന്ധാനാ ജ്ഞാതയഃ പര്യുപാസത്തെ ഹതേഷു ഷട്സു ബാലേഷു ദേവക്യാ ഉഗ്രസേനിനാ. സപ്തമോ വൈഷ്ണവം ധാമായം അനന്തം പ്രചക്ഷത്തെ ഗർഭോ ബഭൂവ ദേവക്യാഃ ഹർഷശോകവിവർദ്ധനഃ ഭഗവാനപി വിശ്വാത്മാ വിദിത്വാ കംസജം ഭയം യദൂനാം നിജനാഥാനാം യോഗമായാം സമാദിശത് ഗച്ഛ ദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലംകൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാശ്ച കംസ സംവിഘ്നാ വിവരേഷു വസന്തിഃ ദേവക്യാ ജഠരേ ഗർഭം ശേഷാഖ്യം ധാമമാമകം തൽസന്നികൃഷ്യ രോഹിണ്യാഃ ഉദരേ സന്നിവേശയ അദാഹം അംശഭാഗേന ദേവക്യാഃ പുത്രതാം ശുഭേ പ്രാപ്സ്യാമി ത്വം യശോദായാം നന്ദപത്ന്യാം ഭവിഷ്യസി അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരീം ധൂപോപഹാരബലിഭിഃ സർവകാമവരപ്രദാം നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാ ഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണാ മാധവീ കന്യകേതി ച മായാ നാരായണീ ശാനീ ശാരദേത്യംബികേതി ച
ഗർഭസംകർഷണാത്തം വൈ പ്രാഹു സംകർഷണം ഭുവി രാമേതി ലോകരമണാത് ബലം ബലവതുശ്രയാത് സന്ധിഷ്ടൈവം ഭഗവതാ തദേത്യോമിതി തദ്വചഃ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം ഗദാ തത്തഥാ അകരോത് ഗർഭേ പ്രണീതേ ദേവക്യാ രോഹിണീം യോഗനിദ്രയാ അഹോ വിശ്രംസിതോ ഗർഭഃ ഇതി പൗരാ വിചുക്രുഷുഃ ഭഗവാനപി വിശ്വാത്മാ ഭക്താനാമഭയങ്കരഃ ആവിവേശാംശഭാഗേന മന ആനകദുന്ദുഭേഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സബിഭ്രത് പൗരുഷം ധാമ ഭ്രാജമാനോ യഥാ രവിഃ ദുരാസതോദിദുർധർഷോ ഭൂതാനാം സംബഭൂവഃ തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ഠായദാനന്ദകരം മനസ്തഃ സാ ദേവകീ സർവജഗന്നിവാസഭൂതാ നിതരാം നരേജേ ഭോജേന്ദ്രഗേഹ അഗ്നിശിഖേ വരുദ്ധ സരസ്വതീ ജ്ഞാനകലേ യദാ സതി താം വീക്ഷ്യ കംസഃ പ്രഭയാജിതന്തരാം വിരോചയന്തീം ഭവനം ശുചിസ്മിതാം ആഹൈഷമേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം ശ്രിതോ യന്ന പുരേയമീദൃശീ കിമദ്യ തസ്മിൻ കരണീയമാശു മേ യദർത്ഥതന്ത്രോ ന വിഹന്തി വിക്രമം സ്ത്രിയാ സ്വസുർഗുരുമത്യാവധോയം യശശ്രിയം ഹന്ത്യനുകാലമായുഃ സയേഷ ജീവൻ ഖലു സംപരേതോ വർത്തേത യോത്യന്തനൃശംസിതേന ദേഹേ അമൃതേ തം മനുജാശപന്തി ഗന്ധാതമോന്ദം തനുമാനിനോ ധ്രുവം ഇതി ഘോരതമാദ്ഭാവാത് സന്നിവൃത്തഃ സ്വയം പ്രഭുഃ ആസ്തേ പ്രതീക്ഷന്തജ്ജന്മ ഹരേർവൈരാനുബന്ധകൃത ആസീനഃ സംവിശൻ തിഷ്ഠന്മുജ്ഭുഞ്ജാനഃ പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യത് തന്മയം ജഗത് ബ്രഹ്മാഭവശ്ച തത്രൈത്യമുനിഭിർനാരദാദിഭിഃ ദേവൈ സാനുചരൈ സാകം ഗീർഭിർവൃഷണം ഐഡയൻ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ ഏകായനോऽസൗ ദ്വിബലസ്ത്രിമൂല ചതൂരസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടവിടവോ നവാക്ഷോ ദശച്ഛതി ദ്വിഖഗോ ഹ്യാദിവൃക്ഷഃ ത്വമേക ഏവാസ്യ സതഃ പ്രസൂതിഃ ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിപശ്ചിതോ യേ വിവർഷിരൂപാണ്യവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സതാം അഭദ്രാണി മുഹുഃഖലാനാം ത്വയ്യംബുജാക്ഷാഖില സത്വധാമ്നി സമാധിനാവേശിത ചൈതസൈകേ ത്വൽപാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ദിം സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമം അദഭ്രസൗഹൃദാഃ ഭവൽപദാംബോരുഹനാവമത്ര തേ നിധായ യാദാ സദനുഗ്രഹോ ഭവാൻ യേന്യേ അരവിന്ദാക്ഷ വിമുക്തമാനിനഃ ത്വയ്യസ്തഭാവാദ വിശുദ്ധബുദ്ധയഃ ആരുഹ്യ കൃത്സ്രേണ പരം പദം തദഃ പദന്ത്യതോ അനാദൃതയുഷ്മദംഘ്രയഃ തദാ ന തേ മാധവ താവകാ ക്വചിത് ഭ്രശ്യന്തി മാർഗാത് ത്വയി ബദ്ധസൗഹൃദാഃ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയാ വിനായകാനീകപ മൂർധ സുപ്രഭോ
സത്വം വിശുദ്ധം ശ്രയതേ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയ ഉപായനം ബഭുഃ വേദക്രിയായോഗതപസ്സമാദിഭിഃ തവാർഹണം യേന ജനഃ സമീഹത്തെ. സത്വം ന ചേദ്ധാതർ ഇദം നിജം ഭവേത് വിജ്ഞാനമജ്ഞാനഭിതാപമാർജനം ഗുണപ്രകാശൈരനുമീയത്തെ ഭവാൻ പ്രകാശത്തെ യസ്യ ച യേന വാ ഗുണഃ. നാമരൂപേ ഗുണജന്മകർമ്മഭിഃ നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണഃ മനോവചോഭ്യാം അനുമേയവത്മനോ ദേവക്രിയായാം പ്രതിയഞ്ജതാഭിഃ. ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോഃ ആവിഷ്ടചേതാ ന ഭവായ കൽപ്പത്തെ. ദിഷ്ട്യാ ഹരേസ്യാ ഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേഷിതുഃ ദിഷ്ട്യാങ്കിതം ത്വൽപദകൈഃ സുശോഭനൈഃ ദ്രക്ഷ്യാമഗാംധ്യാം ച തവാനുകമ്പിതാം. ന തേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം വദ തർക്കയാമഹേ. ഭവോ നിരോധസ്ഥിതിരപ്യവിദ്യയാ കൃതാ യതസ്ത്വയ്യഭയാശ്രയാത്മനി. മത്സ്യാശ്വകച്ഛപ നൃസിംഹ വരാഹ ഹംസരാജന്യ വിപ്രവിബുധേഷു കൃതാവതാരഃ ത്വം പാസിനഃ ത്രിഭുവനം ച യദാധുനേശ ഭാരം ഭുവോ ഹര യദൂത്തമ വന്ദനം തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദിഷ്ട്യാംബതേ കുക്ഷിഗതഃ പരഃ പുമാൻ അംശേന സാക്ഷാത് ഭഗവാൻ ഭവായ നഃ. മാ ഭൂദ്ഭയം ഭോജപതേർമുമൂർഷോഃ ഗോപ്താ യദൂനാം ഭവിതാ തവാത്മജഃ. ശ്രീശുക ഉവാച ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപമനിദം യഥാ ബ്രഹ്മേശാനൗ പുരോധായ ദേവാ പ്രതിയയുർദിവം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗർഭഗത വിഷ്ണോഃ ബ്രഹ്മാദികൃതസ്തുതിർനാമ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുപ്രഭാതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 2-ാം അധ്യായം. രണ്ടാം അധ്യായത്തിൽ 25 ശ്ലോകം വരെ നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ കംസൻ യാദവന്മാരെ പീഡിപ്പിക്കുന്നതും ദേവകിയുടെ 6 പുത്രന്മാരെ കൊന്നതും എല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം 7ാമത്തെ ഗർഭമായി ദേവകി ആദിശേഷനെ തന്നെ ഗർഭത്തിൽ ധരിച്ചു. ഈ സമയത്ത് ഭഗവാൻ യോഗമായാദേവിയോട് ആദേശിച്ചതും ഭൂമിയിൽ ചെന്ന് ദേവകീ ഗർഭത്തെ രോഹിണീ ഗർഭത്തിലേക്ക് സന്നികർഷം ചെയ്യണം. അതിനുശേഷം ദേവിയും നന്ദന്റെ പുത്രിയായി യശോദയിൽ അവതരിക്കണം. ഞാൻ വസുദേവരുടെ ഗർഭത്തിൽ വന്നുകൊള്ളാം എന്നെല്ലാമുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതനുസരിച്ച് ദേവി അപ്രകാരം തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്ന് പൗരന്മാരെല്ലാവരും വിലപിച്ചു.
അതിനുശേഷം 8ാമത്തെ ഗർഭമായി ഭഗവാൻ ദേവകിയിൽ ആദ്യം വസുദേവരുടെ മനസ്സിലും പിന്നീട് വസുദേവരുടെ മനസ്സിൽ നിന്ന് ദേവകിയുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഒരു ഗുരു ശിഷ്യന് മന്ത്രോപദേശം ചെയ്യും പോലെ പകർന്നു കൊടുത്തു. പിന്നീട് ആ ദേവകിയുടെ മനസ്സിൽ വളർന്ന ഭഗവാൻ ഉദരത്തിൽ വളരുന്നതും അങ്ങനെ ഭഗവാനെ ഉദരത്തിൽ ധരിക്കുന്നതായിട്ടുള്ള ആ ദേവകീ ദേവി വളരെ തേജസ്വിനിയായി കാണപ്പെട്ടു. പക്ഷെ കാരാഗൃഹത്തിലായതുകൊണ്ട് മറ്റുള്ളവരാരും അതറിഞ്ഞില്ല. ജ്ഞാനകലെ യഥാ സതീ സരസ്വതി, ഒരു ജ്ഞാനം നേടിയിട്ടും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാത്ത ദുഷ്ടന്മാരിൽ എങ്ങനെയാണോ സരസ്വതി ദേവി ശ്വാസം മുട്ടി കഴിയുന്നത്, അതുപോലെ ആ ദേവി ആ കാരാഗൃഹത്തിൽ കഴിഞ്ഞു. എന്താ വെച്ചാൽ അടച്ചുവെച്ച അഗ്നിശിഖയെ പോലെ എന്നും ഉപമിച്ചു. അങ്ങനെയുള്ള ആ ദേവകിയുടെ ഗർഭത്തെക്കുറിച്ച് അറിഞ്ഞ് കംസൻ ദേവകിയെ കാണാൻ വരുന്നു. ആ ദേവകിയെ കണ്ട് ദേവകി വളരെ ശാന്തയും ഒരു ഗംഭീരമായിട്ടുള്ള മന്ദസ്മിതത്തോടും കൂടിയിരിക്കുന്നു. എന്നുവെച്ചാൽ ഉള്ളിലിരിക്കുന്ന അഭയപ്രദനായ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ ദേവകി ആനന്ദം അനുഭവിക്കുന്നു. അങ്ങനെ ശുചിസ്മിതയായിരിക്കുന്ന തന്റെ കാന്തി കൊണ്ട് ആ കംസന്റെ കാരാഗൃഹത്തെ മുഴുവൻ ശോഭിപ്പിക്കുന്നവളായിട്ടുള്ള അവളെ കണ്ടിട്ട് കംസൻ ഭയന്ന് വിറച്ചു. തന്റെ കാലനിതാ വന്നിരിക്കുന്നു. മേ പ്രാണഹരോ ഹരിർ ഗുഹാമഹ ധ്രുവം ശ്രിതോ. ഇവളുടെ ഗർഭമാകുന്ന ഗുഹയിലേക്ക് ആ വിഷ്ണുവാകുന്ന സിംഹം, ഹരിയാകുന്ന സിംഹം എന്റെ പ്രാണനെ ഹരിക്കാനായിക്കൊണ്ട് ഇതാ വന്ന് പതുങ്ങിയിരിക്കണവൻ. എന്തെന്നാൽ ഇവള് മുമ്പേ ഇങ്ങനെ ആയിരുന്നില്ല. ഇവൾ എന്നെ കാണുമ്പോൾ പേടിച്ച് വിറച്ചിരുന്നവൾ ഇപ്പൊ ശുചിസ്മിതയായിരിക്കുന്നു, വളരെ തേജസ്വിനിയായിരിക്കുന്നു എന്നിങ്ങനെ കണ്ട് കംസനാണ് വാസ്തവത്തിൽ ഭയപ്പെടുന്നത്. ഇനിയിപ്പോ എന്താ ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? എന്തു തന്നെയാണെങ്കിലും ഭഗവാൻ തന്നെ നിഗ്രഹിക്കാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ അത് എപ്പോ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. ഭഗവാനെ തൽക്കാലം പ്രകോപിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് ഭയത്തോടുകൂടെ പിന്തിരിയുമ്പോൾ സ്വയം ന്യായീകരിക്കുന്നു. സ്ത്രീയും ഗർഭിണിയും സഹോദരിയുമായവളെ കൊന്നുകഴിഞ്ഞാൽ തന്റെ യശസ്, തന്റെ ഐശ്വര്യം, തന്റെ ആയുസ് ഇതെല്ലാം പെട്ടെന്ന് ക്ഷയിച്ചു പോകും എന്നിങ്ങനെ ചിന്തിക്കുന്നു. ഇനി മാത്രമല്ല, ഞാൻ ഇവളെ കൊന്നിട്ട് ജീവിച്ചിരുന്നാലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എല്ലാവരാലും ശപിക്കപ്പെട്ടുകൊണ്ട് നിന്ദിക്കപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ കഴിച്ചു കൂട്ടണം. ഇനി ഞാൻ മരിച്ചാലോ ഞാൻ അന്ധകാരപൂർണങ്ങളായ നരകങ്ങളെ പ്രാപിക്കും. ഗന്ധാ തമോന്ധം തനുമാനിനോ ധ്രുവം. ഈ ദേഹാഭിമാനിയായിട്ടുള്ള എനിക്ക് അന്തം തമഹ ഗന്ധ, അന്തം തമസിനെ ഗമിക്കുന്നവനാകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ സഹോദരിയെ കൊല്ലുന്ന, ഗർഭിണിയെ കൊല്ലുന്ന കർമ്മത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞു. ആ ഭഗവാനോടുള്ള വൈരാനുബന്ധം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നിരന്തരമായ വൈരഭാവത്തോടുകൂടെ തജ്ജന്മ പ്രതീക്ഷൻ നാസ്തെ, ഭഗവാന്റെ ജന്മത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭഗവാൻ നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്നൊരു ചൊല്ലുണ്ട്. അത് തന്നെ ഇവിടെ കംസന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആരെ ഭയപ്പെടുന്നുവോ എവിടെ തിരിഞ്ഞാലും അവനെയാണ് കാണുന്നത്. ആസീന സംവിശൻ തിഷ്ഠൻ ഭുഞ്ചാനഹ പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യത്തന്മയം ജഗത്. ഋഷികേശം ചിന്തയാനഹ, എപ്പോഴും ആ ഋഷികേശനെ തന്നെ ചിന്തിച്ചുകൊണ്ട് തന്മയം ജഗത് അപശ്യത്, ഭഗവാനെ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നവനായിട്ട് എവിടെ പോയാലും കാണുകയാണ്. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഭുജിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെയൊക്കെ ആ നിറസാന്നിധ്യമായി വിഷ്ണുവിനെ കാണുകയാണ്. അങ്ങനെ വളരെ ഭയത്തോടുകൂടെ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടാണ് ഈ കംസൻ കഴിയുന്നത്. ഇപ്പോ
കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ എന്നൊരു ചൊല്ലുണ്ട് അല്ലെ. വേട്ടാവളിയന്റെ പുഴു വേട്ടാവളിയനെ തന്നെ ധ്യാനിച്ച് ആ വേട്ടാവളിയനായി തീരും. അതുപോലെ ഇവിടെ കംസൻ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മൃത്യുവും വരിച്ച് ഗതി കിട്ടും. അദ്ദേഹത്തിന് ഭഗവത് ഗതി കിട്ടും. മുൻ ജന്മത്തില് കാലനേമിയായിരുന്നപ്പോ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു. പക്ഷെ അപ്പോ ഈ ചിന്തയൊന്നുമില്ല, ഇത്രയും തീവ്രമായിട്ട് ഭഗവാനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഈ കൃഷ്ണാവതാരത്തില് നിരന്തരമായി ഭഗവാനെ ചിന്തിച്ച് അവസാനം അദ്ദേഹം ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരിച്ച് ഭഗവാനെ പ്രാപിക്കും. കംസവധം എന്നുള്ളത് കംസന് ഗതി കൊടുക്കുന്ന ഒരു കർമ്മം കൂടിയായി മാറും. അങ്ങനെ പറഞ്ഞ് ബ്രഹ്മാഭവശ്ച തത്രൈത്യ മുനിഭിർ നാരദാദിഭിഹി ദേവൈ സാനുചരൈ സാകം ഗീർഭിർ വൃഷണം ഐഡയന്ന്. ബ്രഹ്മാവും ഭവനും അഥവാ മഹാദേവനും നാരദാദിഭിഹി മുനിഭിഹി തത്രയെത്യ നാരദാദി മുനികളോടും കൂടെ അവിടെ എത്തിച്ചേർന്ന് സാനുചരൈഹി ദേവൈഹി സാകം അനുചരന്മാരോടുകൂടിയ ദേവന്മാരോടും കൂടെ ഗീർഭിഹി വാഗ്ഭിഹി വേദവാക്കുകൾക്ക് സമാനമായ വാക്കുകളെ കൊണ്ട് വൃഷണം ഐഡയന് ആ വൃഷണനെ സ്തുതി ചെയ്തു. വൃഷണൻ വർഷിക്കുന്നവൻ, ആനന്ദം വർഷിക്കുന്നവൻ, സുഖം വർഷിക്കുന്നവൻ, അനുഗ്രഹം വർഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അങ്ങനെ ആ ഭഗവാനെ തന്നെ സ്തുതിച്ചു എന്ന് പറഞ്ഞ് ആ ദേവന്മാരുടെ സ്തുതിയാണ് നമ്മളിനി കാണാനിരിക്കുന്നത്. 26 ശ്ലോകം മുതൽ 40 ശ്ലോകം വരെ 14 ശ്ലോകം കൊണ്ട് ദേവന്മാരുടെ സ്തുതിയും 1 ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവനും മറ്റും ദേവകീദേവിയെ സ്തുതിക്കുന്നതും. ദേവകീദേവിയുടെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് 41 ശ്ലോകം പറയുന്നത്. അപ്പൊ അങ്ങനെ മൊത്തം 15 ശ്ലോകം. 14 ശ്ലോകം ഭഗവത് സ്തുതി, 15ാമത്തെ ശ്ലോകം ദേവകീ സ്തുതി. നാരായണ. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. അവിടെ വേണമെങ്കിൽ ദേവാ ഊജുഹു എന്നും കൂടെ ചേർക്കാവുന്നതാണ്. ദേവൈ സാനുചരൈ സാകം ഗീർഭിഹി വൃഷണം ഐഡയൻ. ആ ഐഡയൻ എന്നുള്ളതില് ഊജുഹു എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. എങ്കിലും വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം ദേവാ ഊജുഹു. ബ്രഹ്മാദയ ഊജു ഒക്കെ പറയാം. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. സത്യസ്വരൂപനായിരിക്കുന്ന അങ്ങയെ ഞങ്ങളിതാ ശരണം പ്രാപിച്ചവരാകുന്നു. വയം ശരണം പ്രപന്നാഃ. ഞങ്ങൾ ശരണം പ്രാപിച്ചവരാകുന്നു, ഞങ്ങൾ ആശ്രയിച്ചവരാകുന്നു. ത്വാം ശരണം പ്രപന്നാഃ. അപ്പൊ അങ്ങ് എങ്ങനെയുള്ളവനാണ്? സത്യാത്മകനാണ് എന്ന അവസാനത്തെ വാക്ക്. സത്യസ്വരൂപനാണ് താല്പര്യം. ബാക്കി അതിനു മുമ്പ് സത്യം വെച്ചിട്ട് തന്നെ ഭഗവാന് അനേക വിശേഷണങ്ങൾ പറഞ്ഞു. മൊത്തം സത്യാത്മകമടക്കം 9 പ്രാവശ്യം ശബ്ദം ഉപയോഗിച്ചു. അപ്പോ ഒന്നാമത്തെ ശ്ലോകമായിട്ടുള്ള സത്യം പരം ധീമഹി, അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. സത്യം പരം ധീമഹി,
ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആ ശ്ലോകത്തിന്റെ മറ്റൊരു രീതിയിലുള്ള അവതരണമാണിത്. അതേ ആശയം തന്നെയാണ് ഇതിലുള്ളത്. ഓരോന്നായിട്ട് ഭഗവാന്റെ വിശേഷണ പദങ്ങൾ നോക്കാം. ഭഗവാനെ വിശേഷിപ്പിച്ചത് സത്യവ്രതൻ, സത്യപരൻ, ത്രിസത്യൻ, സത്യസ്യ യോനി, സത്യേ നിഹിതൻ, സത്യസ്യ സത്യം, ഋതസത്യനേത്രം, സത്യാത്മകം. മൊത്തം 8. സത്യശബ്ദം 9 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാനെ വിശേഷിപ്പിച്ചത് 8 സത്യശബ്ദം കൊണ്ടാണ്. സത്യസ്യ സത്യം എന്നുള്ളത് ഒറ്റ പ്രയോഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ത്വാം ശരണം പ്രപന്നാഹ, അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ആദ്യത്തെ പ്രയോഗം സത്യവ്രതം. ഭഗവാനെ സത്യവ്രത എന്ന് പറയാം. ഭഗവാൻ സത്യവ്രതനാണ്. അപ്പോ ഇവിടെ ആദ്യം തന്നെ ഭഗവാൻ താൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. സത്യം വിധാതും നിജഭൃത്യഭാഷിതം എന്ന് സപ്തമസ്കന്ധത്തിലും പാടി അല്ലേ, നരസിംഹാവതാരത്തിൽ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. അപ്പൊ തന്റെ ഭൃത്യന്റെ വാക്കിനെ സത്യമാക്കി ചെയ്തുകൊണ്ട് പ്രഹ്ലാദനും ബ്രഹ്മദേവനും നാരദനും ഹിരണ്യകശിപുവും എല്ലാം ഭഗവാന്റെ ഭൃത്യന്മാരാണ്. അവരുടെ വാക്കിനെ സത്യമാക്കിക്കൊണ്ട് ഭഗവാൻ നരസിംഹമായി തൂണിൽ നിന്ന് അവതരിച്ചു, ഭഗവാന്റെ സർവവ്യാപകത്വം പ്രകാശിപ്പിച്ചുകൊണ്ട്. ഇവിടെ അതുതന്നെയാണ് ആദ്യത്തെ അർത്ഥം. സത്യവ്രതൻ എന്ന് പറയുമ്പോ സത്യം പറഞ്ഞു, അതിനെ പാലിച്ചു. സത്യമാകുന്ന വ്രതത്തോടു കൂടിയവൻ, സത്യം തന്നെ വ്രതമായിരിക്കുന്നവൻ, സത്യത്തെ നല്ലതുപോലെ വരിച്ചിരിക്കുന്നവൻ, സത്യത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ളവൻ എന്നൊക്കെ അർത്ഥം. ഹി ഈസ് കമ്മിറ്റഡ് ടു സത്യം. whatever he has promised, he has committed himself to it. എന്താ പ്രോമിസ് ചെയ്തത്? ബ്രഹ്മദേവൻ മറ്റ് ദേവന്മാരും കൂടി പാലാഴി തീരത്ത് ചെന്ന് സ്തുതിച്ചപ്പോൾ അശരീരി രൂപത്തില് ഭഗവാൻ പറഞ്ഞു, ഞാൻ വസുദേവരുടെ ഗൃഹത്തിൽ ദേവകിയുടെ ഗർഭത്തിൽ അവതരിക്കും, നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർത്തു തരാം, ഭൂമിയുടെ പ്രശ്നങ്ങളും ദേവന്മാരുടെ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു തരാം, അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു കൊള്ളാം എന്നിങ്ങനെ ഭഗവാൻ പ്രോമിസ് ചെയ്തിരുന്നു, സത്യം ചെയ്തിരുന്നു. അപ്പൊ ആ സത്യവ്രതനായിട്ട് സത്യത്തെ പരിപാലിച്ചുകൊണ്ട് അദ്ദേഹം അവതരിച്ചു എന്ന് ഒരർത്ഥം. അപ്പൊ ഭഗവാന്റെ സങ്കല്പം ഒരിക്കലും മിഥ്യയാവില്ല, വെറുതെ പറയില്ല, വെറുതെ സങ്കല്പിക്കില്ല. സത്യസങ്കല്പനാണ് ഭഗവാൻ. ഇനി മറ്റൊരർത്ഥത്തിൽ സത്യവ്രതൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമാണ് സത്യം. സത്യം വ്രതമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പോ നമ്മൾ പൂജാ സ്തോത്രങ്ങൾ, വ്രതങ്ങൾ, ഉപാസനകൾ ഇതൊക്കെ ചെയ്യുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനമായിരിക്കേണ്ടത് എന്താണ്? സത്യത്തിലുള്ള നിഷ്ഠയായിരിക്കണം. നമ്മള് വഞ്ചന സ്വഭാവമുള്ളവരും മറ്റുള്ളവരെയൊക്കെ വഞ്ചിക്കുകയും ചതിക്കുകയും പല രീതിയിൽ നുണ പറയുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് വലിയ വലിയ തപസ്സൊക്കെ അഭിനയിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഞാൻ വലിയ ദാനശീലനാണ്, ഞാൻ ധാരാളം യജ്ഞങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ വലിയ തപസ്വിയാണ്, ഇങ്ങനെയൊക്കെ കുറെ കാട്ടിക്കൂട്ടുന്നതിലൊന്നും പ്രയോജനം വരില്ല. എങ്ങനെയല്ലെങ്കിൽ നമ്മൾ സത്യസന്ധരല്ലെങ്കിൽ.
സത്യസന്ധരല്ലാത്തവരുടെ ഈ പറഞ്ഞ വ്രതങ്ങളോ തപസ്സുകളോ യജ്ഞങ്ങളോ പൂജാദികളോ ദാനാദികളോ ഒന്നും വേണ്ട പോലെ ഫലം നൽകുകയില്ല. അതുപോലെ തന്നെ സത്യത്തിലൂടെ ധാർമ്മികമായി സമ്പാദിച്ച ധനം കൊണ്ട് വേണം ഭഗവാനെ ആരാധിക്കാനും ദാനാദികൾ ചെയ്യാനും. അപ്പോഴേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. നമ്മൾ വല്ലവരെയും വഞ്ചിച്ചും മോഷ്ടിച്ചും കള്ളത്തരത്തിലും ഉണ്ടാക്കിയതായിട്ടുള്ള ധനം കൊണ്ട് ദാനാദികളോ ഈശ്വര പൂജാദികളോ ചെയ്താൽ അതിനൊന്നും വലിയ ഫലം ഉണ്ടാവില്ല. അത് ഭഗവാൻ സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ചാലേ ഫലം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് മുതലുണ്ടാക്കുന്നതെന്ന് എന്താ പറയുക, സർവജ്ഞനായ ഭഗവാൻ അറിയാം. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഏത് വഴിക്കാണ്, നിങ്ങൾ സത്യത്തിലൂടെ സമ്പാദിച്ചതാണോ, ധർമ്മത്തിലൂടെ സമ്പാദിച്ചതാണോ, വിഹിതമായിട്ട് വന്നു ചേർന്നതാണോ, അതോ അവിഹിതമായി വന്നു ചേർന്നതാണോ? നിങ്ങൾക്ക് അവിഹിതമായി വന്നു ചേർന്നതൊന്നും ഭഗവാൻ സ്വീകരിക്കുകയില്ല. നിങ്ങൾ എന്തു തന്നെ ചെയ്താലും, അല്ലെ, നിങ്ങൾ സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കിയാലും സ്വർണം കൊണ്ട് കൊടിമരം പണിതു കൊടുത്താലും ഭഗവാന് സ്വർണക്കിണ്ടിയും സ്വർണപാത്രങ്ങളും ക്ഷേത്രത്തിൽ പൂജയ്ക്കായി സമർപ്പിച്ചാലും ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്വർണ പലകകൾ കൊണ്ട് സ്വർണ തകിടുകൾ കൊണ്ടൊക്കെ പണിതു കൊടുത്താലും ഭഗവാൻ അതൊന്നും സ്വീകരിക്കില്ല. കാരണം ഭഗവാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ലോകത്തിലുള്ള സകല സ്വർണവും ഭഗവാന്റേതാണ്. ഓൾറെഡി എവറിത്തിങ് ഈസ് ഹിസ്. പിന്നെന്തിനാ നിങ്ങളുടെ നിന്ന് നക്കാപ്പിച്ച മേടിക്കുന്നത്? നിങ്ങൾ കൊടുത്തിട്ട് വേണോ അങ്ങേർക്ക് സ്വർണ്ണ കൊടിമരം പണിയാൻ, അങ്ങേർക്ക് സ്വർണ്ണ ശ്രീകോവിൽ പണിയാൻ? ഈ ലോകത്തിലുള്ള സർവ്വഗനികളിലെയും നിങ്ങൾ കണ്ടതും കേട്ടതും കാണാത്തതും കേൾക്കാത്തതുമായിരിക്കുന്ന സകല സ്വർണത്തിന്റെ ഉടമസ്ഥൻ ഭഗവാനാണ്. അതിൽ നിന്ന് കട്ടെടുത്തിട്ടാണ് നമ്മൾ ഭഗവാൻ അല്പം കൊടുക്കുന്നത്. പറഞ്ഞു വരുന്നത്, സത്യമാകുന്ന വ്രതം നമുക്കുണ്ടാവണം. ആ സത്യമാകുന്ന വ്രതം കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവൻ സത്യവ്രതൻ. സത്യനിഷ്ഠ പാലിക്കുക. അതുപോലെ ഭഗവാൻ ഇങ്ങോട്ടും നമ്മളോട് സത്യവ്രതനാണ്. എന്റെ ഭക്തനെ ഞാൻ കൈവിടുകയില്ല. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് നാശമില്ല. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഇതൊക്കെ ഭഗവാന്റെ പ്രതിജ്ഞകളാണ്. ഇതൊക്കെ പാലിക്കുന്നവനാണ് ഭഗവാൻ. യഥാർത്ഥ ഭക്തനായിരിക്കണം എന്ന് മാത്രം. വേഷം കെട്ടിയതുകൊണ്ടൊന്നും ഭഗവാൻ വീഴില്ല. നമുക്ക് നാട്ടുകാരെയൊക്കെ പറ്റിക്കാം, നമ്മള് ഭക്ത ശിരോമണിയാണെന്നൊക്കെ ഞെളിഞ്ഞു നടന്നിട്ട്. പക്ഷെ ഭഗവാനെ പറ്റിക്കാനാവില്ല. ഭഗവാൻ അറിയാം യഥാർത്ഥ ഭക്തരാരാണ്. നമ്മൾ ഭഗവാനെ പൂർണ്ണമായി സ്വയം സമർപ്പണം ചെയ്യണം. ഭഗവാൻ തന്നെ ഒരു വ്രതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഹൃദേവ പ്രപന്നായ തവാസ്മീതി ച വാദിനെ അഭയം സർവദാ ദാസ്യേ ഇത് ജന്മവ്രതം മമ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാമായണത്തിലും പറയുന്നുണ്ട്, അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ. ഇവിടെ സഹൃദേവ പ്രപന്നായ തവാസ്മീതി ച വാദിനെ, ഒരിക്കലെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ചെന്ന് വീണ് നമസ്കരിച്ച് ഞാൻ അങ്ങയുടേതാണ്, തവാസ്മി ഇതി വാദിനി, ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് നമ്മൾ സ്വയം ഭഗവാന് നമ്മളെ വിട്ടുകൊടുക്കണം. അതാണ് തവാസ്മി ഇതി വാദിനി. നമ്മളൊക്കെ പറയുക എന്താണ്, ഭഗവാൻ എന്റെയാണ്, എന്റെ ഭഗവാൻ എന്നാ പറയുക. യഥാർത്ഥത്തിൽ പറയേണ്ടത് ഭഗവാന്റെ ഞാൻ ഭഗവാന്റേതാണ്, ഭഗവാന് സ്വന്തമാണ് എന്ന് സ്വയം സമർപ്പിക്കണം. അങ്ങനെ പറയുന്ന ഒരാൾക്ക് അഭയം സർവദാ ദാസ്യേ, അഹം സർവദാ അഭയം ദാസ്യേ, ഞാൻ എപ്പോഴും അവർക്ക് അഭയം കൊടുക്കും. ഇത് ജന്മവ്രതം മമ, ഇതെന്റെ ജന്മവ്രതമാകുന്നു എന്ന് ഭഗവാൻ പല അവതാരങ്ങളിലും സൂചിപ്പിക്കുന്നു. ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്ക് ഉണ്ടാവും, നമുക്ക് അഭയം നൽകാനുണ്ടാവും. അംബരീഷന്റെയൊക്കെ കഥയൊക്കെ നമ്മൾ കണ്ടു. അംബരീഷൻ പ്രത്യക്ഷമായിട്ട് ഭഗവാൻ വന്ന് പറഞ്ഞില്ല ഞാൻ നിന്റെ കൂടെയുണ്ട്, രക്ഷിക്കുന്നുണ്ട് എന്നൊന്നും. ഭഗവാൻ തന്റെ സുദർശനത്തെ അംബരീഷൻ അറിയാതെ രക്ഷയ്ക്ക് നിയോഗിച്ചു. അതിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ല. ദുർവാസാവാണെന്ന് കണ്ടിട്ട് പോലും ആ ദുർവാസാവിന് പോലും അദ്ദേഹം അഭയം കൊടുത്തില്ല.
അപ്പോ അങ്ങനെ സത്യവ്രതനാണ് ഭഗവാൻ. ഭഗവാൻ സത്യവ്രതനാണ്. സത്യമാകുന്ന വ്രതത്തിലൂടെ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നവനുമാണ് ഭഗവാൻ. അതുകൊണ്ട് ആദ്യത്തെ പേര് സത്യവ്രത എന്നുള്ളത് രണ്ടർത്ഥത്തിൽ പ്രധാനമായിട്ട് സ്വീകരിക്കാം. അതുപോലെ സത്യപരം, ഭഗവാനാണ് സത്യമായിട്ടുള്ള പരമമായിട്ടുള്ള സ്ഥാനം. സത്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തും നാശമില്ലാത്തത്, പരന്ന് പറഞ്ഞാൽ ഉത്തമമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം. അപ്പൊ മൂന്ന് കാലത്തും നാശമില്ലാത്തതായിട്ടുള്ള സ്ഥാനം ഭഗവാനാണ്. ആ ഭഗവാനെയാണ് നമ്മൾ ശാശ്വതമായി കരുതി അഭയം പ്രാപിക്കേണ്ടത്. അപ്പൊ നമ്മുടെ പരം എന്ന് കരുതേണ്ടത് നമ്മൾ ആരെയാണ്? ഭഗവാനെയാണ്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഭഗവാന്റെ ആ ഉപദേശം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിലുള്ള സകലതും അനിത്യമാണ്, സുഖം നൽകാൻ കഴിവില്ലാത്തതാണ്. എന്നാൽ ഭഗവാൻ മാത്രമാണ് സത്യസ്വരൂപൻ എന്നറിഞ്ഞുകൊണ്ട് ഭഗവാനെ തന്നെ പരമമായിട്ട് കരുതി ആശ്രയിക്കുക. ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം അങ്ങ് തന്നെയാണ്, സത്യമായിട്ടുള്ള പരമമായിട്ടുള്ള സ്ഥാനം അങ്ങ് തന്നെയാണെന്ന് അറിഞ്ഞ് ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് ഭഗവാൻ ആശ്രയമായി ഭവിക്കുന്നു. അപ്പൊ സത്യമാകുന്ന പ്രധാന സ്ഥാനം പ്രാപിക്കാവുന്ന സ്ഥാനമാണ് ഭഗവാൻ. അതുകൊണ്ട് സത്യപരൻ എന്ന് താല്പര്യം. നാശരഹിതമായിട്ടുള്ള സ്ഥാനം. ഇനി ഭഗവാൻ സത്യത്തിൽ തൽപരൻ, അതുകൊണ്ടും സത്യപരൻ. സത്യത്തിൽ തൽപരനാണ്, സത്യത്തിൽ ഏറ്റവും താല്പര്യമുള്ളവൻ. നമ്മുടെയൊക്കെ സത്യാനുഷ്ഠാനം ഭഗവാന് ഏറ്റവും പ്രിയമായിട്ടുള്ളതാണ്. നമ്മളൊക്കെ സത്യസന്ധന്മാരാണോ? തീർച്ചയായിട്ടും ഭഗവാന് പ്രിയപ്പെട്ടവരാണ് നമ്മൾ. ഇനി ത്രിസത്യം. ത്രിസത്യം എന്നാൽ മൂന്ന് കാലങ്ങളിലും സത്യമായിരിക്കുന്നവൻ എന്നൊരർത്ഥം. മൂന്ന് കാലങ്ങളിലും സത്യമായിരിക്കുന്നവൻ, എല്ലാ കാലത്തും ഉള്ളവൻ എന്നർത്ഥം. അഹമേവാസ്വമേവാഗ്രേ നാന്യത് യത് സദസത്പരം പശ്ചാദഹം യഥേതച്ച് യോ ശിഷ്യേത സോസ്മ്യഹം. അപ്പൊ ഈ പ്രപഞ്ചമെല്ലാം ഇല്ലാതിരിക്കുന്ന ഭൂതകാലത്തും എല്ലാ ഭൂതകാലങ്ങളിലും, ഇപ്പൊ ഈ പ്രപഞ്ചങ്ങളൊക്കെ കാണപ്പെടുന്ന വർത്തമാനകാലത്തിലും, ഭാവിയിൽ ഇതെല്ലാം ഇല്ലാതായി പ്രളയത്തിൽ പോയാലും ആർക്ക് നാശമില്ല? അവനാണ് ത്രിസത്യൻ. ത്രികാലത്തിലും ബാധിക്കപ്പെടാത്തവൻ ത്രിസത്യൻ. അപ്പോ മൂന്ന് കാലങ്ങളിലുമുള്ളവൻ ത്രിസത്യൻ എന്ന്. ഇനി മൂന്ന് ലോകങ്ങളുടെയും സത്യം എന്ന് പറയാം. സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇതിനൊക്കെ സത്യം എന്ന് പറയാം. അങ്ങനെ പല അർത്ഥത്തില് ത്രിസത്യ ശബ്ദത്തെ പറയാം. സ്ഥൂല സൂക്ഷ്മ കാരണങ്ങൾക്ക് ആശ്രയമായവൻ, മൂന്ന് സത്യങ്ങൾക്കും ആശ്രയമായവൻ എന്ന് മറ്റൊരർത്ഥത്തില്. എങ്കിലും മൂന്ന് കാലത്തിലും ഉള്ളവൻ എന്നുള്ളതാണ് ത്രിസത്യ ശബ്ദത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള അർത്ഥം. അങ്ങനെയുള്ള ത്രിസത്യം. ഇനി സത്യസ്യ യോനിം ഭഗവാനെ പറയുന്നതാണ്. ഭഗവാൻ സത്യസ്യ യോനിഹി. ഇവിടെ ഈ സത്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ തന്നെയാണ്. ഈ പ്രപഞ്ചമാകുന്ന സത്യത്തിന് യോനി. യോനി എന്ന് പറഞ്ഞാലോ കാരണം, ഉൽപ്പത്തി സ്ഥാനം. അപ്പൊ ജന്മാദ്യസ്യ യതഃ, അതാണ് സത്യസ്യ യോനി. ജന്മാദി അസ്യ അസ്യ ജഗതഃ അസ്യ സത്യസ്യ. ഇപ്പൊ നമുക്ക് സത്യമാണ് ഈ ജഗത്ത്, അല്ലേ? വ്യാവഹാരിക സത്യം. ഇപ്പൊ നമുക്ക് വ്യവഹാരത്തിൽ അനുഭവമാണ്. അപ്പൊ വ്യാവഹാരിക സത്യത്വമുള്ളതായുള്ള ഈ ജഗത്തിന് യോനി, കാരണഭൂതൻ, ജന്മാദ്യസ്യ യതഃ, അവനാണ് ഇവിടെ സത്യസ്യ യോനി എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളും സത്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിപ്പോ. ആ പഞ്ചഭൂതങ്ങൾക്ക് കാരണഭൂതൻ എന്നർത്ഥം. സത്ത് പ്ലസ് ത്യത്ത്, ഇത് രണ്ടും കൂടി ചേർന്ന ഭാവം സത്യം. സത്ത് എന്ന് പറഞ്ഞാല്
സ്ഥൂലമായത്. ത്യത്ത് എന്ന് പറഞ്ഞാല് സൂക്ഷ്മമായത് എന്ന് അർത്ഥമുണ്ട്. സത്യത്യച്ചാഭവത് എന്ന് വേദത്തിൽ ഉപനിഷത്തിൽ പറയും. ഭഗവാൻ തന്നെ സ്വയം സത്തും തെത്തുമായി ഭവിച്ചു. ഇപ്പൊ സത്ത് എന്ന് പറയുമ്പോ സ്ഥൂലമായത് അഗ്നി, ജലം, പൃഥ്വി എന്നുള്ള 3 ഭൂതങ്ങളാണ് സത്ത് ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങള് ആകാശം, വായു. ഇതിനെ തെത്ത് എന്നും ശാസ്ത്രഭാഷയിൽ പറയും. വേദഭാഷയിൽ തെത്ത് എന്ന് പറഞ്ഞാല് ആകാശം, വായു. ഇത് രണ്ടും തെത്തും. അഗ്നി, ജലം, പൃഥ്വി ഇത് സത്യം. സത്ത് എന്നുള്ള ശബ്ദം കൊണ്ടും ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള പദമാണ് സത്യം. അപ്പൊ അങ്ങനെ പഞ്ചഭൂതങ്ങൾക്ക് മൊത്തത്തിലുള്ള പേര് സത്യം. അതിന്റെ യോനി, അതിന് കാരണമായിരിക്കുന്നവൻ സത്യസ്യ യോനി. പ്രപഞ്ച കാരണം എന്ന് തന്നെയാണ് അർത്ഥം. പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന് കാരണഭൂതൻ ജന്മാദ്യസ്യ യതഃ എന്ന് തന്നെയാണ്. അപ്പൊ എല്ലാറ്റിന്റെയും ഉൽപ്പത്തി സ്ഥാനം. അപ്പൊ എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ എന്നും അർത്ഥം അല്ലെ. ഭൂതങ്ങൾക്കെല്ലാം മുമ്പേ ഉള്ളവൻ, ലോകത്തിനെല്ലാം മുമ്പേ ഉള്ളവൻ. സത്യസ്യ യോനി നിഹിതം ച സത്യേ. അപ്പൊ ഈ സത്യത്തിൽ നിഹിതനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായിരിക്കുന്ന ഈ ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവൻ എന്നർത്ഥമാണ്. സത്യേ നിഹിത. സത്യമാകുന്ന ഈ പ്രപഞ്ചത്തിൽ വ്യാവഹാരിക സത്തയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നവൻ. ഇനി ഇതെല്ലാം ഇല്ലാതായാലും അതിന്റെ കാരണാവസ്ഥയിലേക്ക് പോയാലും ഭഗവാൻ സത്യത്തിൽ ഉറച്ചിരിക്കുന്നവനാണ്. സത്യേ നിഹിത. എല്ലാറ്റിന്റെയും പാരമാർത്ഥിക സത്യസ്വരൂപനാണ് എന്ന് താല്പര്യം. എല്ലാറ്റിന്റെയും അടിസ്ഥാനമായിരിക്കുന്നവനാണ് എന്ന് സത്യേ നിഹിതം എന്നുള്ള ശബ്ദം കൊണ്ട് മറ്റൊരർത്ഥം. അപ്പൊ ലോകനാശം സംഭവിച്ചാലും നശിക്കാതെ അവശേഷിക്കുന്നവൻ, പാരമാർത്ഥിക സത്യസ്വരൂപനായിരിക്കുന്നവൻ സത്യേ നിഹിത. ഇനി സത്യസ്യ സത്യം. ഇവിടെ സത്യത്തിന്റെയും സത്യമായിരിക്കുന്നവൻ. വീണ്ടും ഈ സത്യശബ്ദം കൊണ്ട് സ്ഥിതിയെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഈ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം, വ്യാവഹാരിക പ്രപഞ്ചം, അതിനൊക്കെ സത്യമായിരിക്കുന്നവൻ, അതിന് സത്യത്വം കൊടുക്കുന്നവൻ അല്ലെ. എന്താണ് ത്രിസർഗം ഏതൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നുവോ. എത്ര ത്രിസർഗോ അമൃഷ. എത്ര ഏതൊന്നിലാണോ ത്രിസർഗ 3 പ്രകാരത്തിലുള്ള സൃഷ്ടികൾ, സ്ഥൂല സൂക്ഷ്മ കാരണ രൂപത്തിലുള്ള സൃഷ്ടികൾ, അമൃഷ അമൃഷയായിരിക്കുന്നത്, ഉള്ളതായി തോന്നുന്നത്. അപ്പൊ ഈ 3 സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളാകുന്ന സൃഷ്ടികൾക്ക് ആധാരമായിരിക്കുന്നത് സത്യസ്യ സത്യം. എത്ര ത്രിസർഗോ അമൃഷ എന്നുള്ള പ്രയോഗം തന്നെയാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ സത്യസ്യ സത്യം, പ്രപഞ്ചത്തിന്റെ കാരണമായിരിക്കുന്നവനും. ഇപ്പൊ സത്യത്തിലെല്ലാം വ്യാപിച്ചിരിക്കുന്നവൻ, സത്യത്തിനെല്ലാം ആശ്രയമായിരിക്കുന്നവൻ. അപ്പൊ പല ആംഗിളിൽ നിന്ന് നോക്കുകയാണ്. ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും എല്ലാമായിട്ട് കാണുന്നത് ഈ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ്. കാരണമായിരിക്കുന്നവൻ, നിറഞ്ഞിരിക്കുന്നവൻ, ആശ്രയമായിരിക്കുന്നവൻ. ഇനി ഋതസത്യ നേത്രം. ഋതസത്യ നേത്രം എന്ന് പറഞ്ഞാല്, ഋതം എന്ന് പറഞ്ഞാല് സമദർശന ധർമ്മം എന്നൊക്കെ അർത്ഥമാണ്. നമ്മളെല്ലാറ്റിലും സമത്തെ ദർശിച്ചുകൊണ്ട് ധർമ്മം ആചരിക്കുക. മറ്റത് സത്യം എന്നുള്ളതിന് ശരിയായ വാക്ക്, യഥാർത്ഥ കഥനം, സൂനൃതാവാണി എന്ന് പറയും. സൂനൃതാവാണി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കഥനം. എന്താണ് ഉള്ളതിനെ മാത്രം പറയുന്നതാണ് സത്യം പറയുക എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ആ സത്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള ജീവിതത്തിനെയാണ് ഋതം എന്ന് പറയുന്നത്. അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ പാരമാർത്ഥിക സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൈവിടാതെയുള്ള
ആ ഒരു ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിനെ വ്രതം എന്ന് പറയും. അപ്പോ ഇതിലൂടെ പ്രാപിക്കാൻ കഴിയുന്നത് നേത്രം, സത്യവ്രതങ്ങളിലൂടെ നയിക്കപ്പെടുന്നത്, പ്രാപിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് രണ്ടും അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമാണ് പ്രാപ്യമായിരിക്കുന്നത് ആര്? ഭഗവാൻ. അതാണ് വ്രതസത്യ നേത്രം. ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ നമുക്ക് ഈ രണ്ടും വേണം. ഒന്ന് സത്യവാക്കായിരിക്കണം, മറ്റൊന്ന് സത്യത്തിന് അനുസരിച്ചിട്ടുള്ള സമദർശനത്തോടു കൂടിയുള്ളതായിട്ടുള്ള അദ്വൈത ദർശനത്തോടു കൂടിയുള്ളതായിട്ടുള്ള ജീവിതം, സമ്യക് ദർശനത്തോടു കൂടിയുള്ള ജീവിതം. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന എന്നുള്ള ആ ചിന്തയോടു കൂടിയിട്ടുള്ള വ്യവഹാരമാണ് ഋതം. അപ്പൊ അത് രണ്ടും കൂടി ഏതൊരു ലക്ഷ്യത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയുമോ, ഈ അനുഷ്ഠാനം കൊണ്ട് സത്യവാക്കുകളായിരുന്നും ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടും ഏതൊന്നിനെ പ്രാപിക്കാൻ കഴിയുമോ അത് ഋതസത്യനേത്ര. അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും സത്യാത്മകനായിരിക്കുന്ന, സത്യസ്വരൂപനായിരിക്കുന്ന അങ്ങയെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. ഇതിലൂടെ പറഞ്ഞതിലൂടെ ഞങ്ങൾക്കൊക്കെ ആധാരഭൂതൻ അങ്ങ് തന്നെയാണ്, ഞങ്ങൾക്കൊക്കെ കാരണഭൂതൻ അങ്ങ് തന്നെയാണ്, ഞങ്ങളുടെ എല്ലാ ശക്തികളും അങ്ങ് തന്നെയാണ്, ഞങ്ങളെ നയിക്കുന്നതും പാലിക്കുന്നതും എല്ലാം അങ്ങ് തന്നെയാണ്. ഞങ്ങളെ രക്ഷിക്കാനായിക്കൊണ്ട് അങ്ങ് വാക്ക് തന്നു, അതനുസരിച്ച് അവതരിക്കുന്നു. അങ്ങയുടെ അവതാരങ്ങളെല്ലാം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എല്ലാറ്റിന്റെയും സാരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ ഒരൊറ്റ ശ്ലോകം. ഈ ഒറ്റ ശ്ലോകത്തിൽ ഇനി പറയാൻ പോകുന്ന ഈ സ്തുതിയിലെ ആശയങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യാഖ്യാനമാണ് ഇനി പറയാനുള്ള സ്തുതികളൊക്കെ. 14 ശ്ലോകങ്ങളിൽ 13 ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത് ഒരു ശ്ലോകത്തില് ചുരുക്കി പറഞ്ഞു. ആദ്യ സംഗ്രഹ രൂപത്തിൽ പറഞ്ഞ് ഇനി വിസ്തരിക്കുകയാണ്. ഇതിനെ ഓരോന്നിനെയും ആശയങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത വരികൾ, അടുത്ത ശ്ലോകങ്ങൾ. വളരെ ഗംഭീരമാണ്, അർത്ഥഗർഭമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. സത്യവ്രതം സത്യപരം ത്രിസത്യം, സത്യസ്യ യോനിം നിഹിതം ച സത്യേ, സത്യസ്യ സത്യം ഋതസത്യനേത്രം, സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. തുടർന്ന് ഈ കാണുന്ന വ്യാവഹാരിക സത്യമായ ഈ പ്രപഞ്ചത്തെ ഒരു വൃക്ഷമാക്കി അവതരിപ്പിക്കുകയാണ്. പ്രപഞ്ചവൃക്ഷം. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സവേദവിത് എന്നൊക്കെ ഗീതയിലും ഈ പ്രപഞ്ചത്തെ, സംസാരത്തെ ഒരു വൃക്ഷമാക്കി അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെയും ഒരു പ്രപഞ്ചവൃക്ഷത്തെ അവതരിപ്പിക്കുകയാണ്. അതിന് ആദിമൂലം ഭഗവാൻ തന്നെയാണ്, അങ്ങ് തന്നെയാണ്. അപ്പൊ അങ്ങ് മൂലമായിട്ട് ഇല്ലെങ്കിൽ ഈ വിശ്വമൊന്നുമില്ല. ഈ വിശ്വത്തിന് മൂലമായിരിക്കുന്നത്, കാരണമായിരിക്കുന്നത് അങ്ങ് തന്നെയാണ്. ആ മൂലത്തിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ശാഖകൾ ഒക്കെ പൊങ്ങി വന്നിരിക്കുന്നത്. ഇതിലുള്ള സകലതും പൊങ്ങി വന്നത് മൂലത്തിൽ അടങ്ങിയിട്ടുണ്ട്. മൂലത്തിൽ എങ്ങനെയാണോ, അഥവാ ബീജത്തിൽ ഒരു വൃക്ഷം മുഴുവൻ അടങ്ങിയിരിക്കുന്നത്, അതുപോലെ അങ്ങാകുന്ന മൂലത്തിൽ, അങ്ങാകുന്ന ബീജത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. അങ്ങ് ഈ പ്രപഞ്ചത്തിന്റെ സനാതനമായ ബീജമാകുന്നു. ഇതൊക്കെ ഗീതയിലൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ സനാതനമായ ബീജമാണെന്നറിഞ്ഞാലും ഞാനാണ് എറ്റേണൽ ആയിട്ടുള്ള കോസ്. എന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു കോസ് ഒരു കാലത്തും ഇല്ല. ഞാൻ തന്നെയാണ് ഇതിന്റെ എല്ലാ കോസും. നിമിത്ത കാരണവും ഉപാദാന കാരണവും സഹകാരി കാരണവും എന്തൊക്കെ കാരണങ്ങളുണ്ടോ എല്ലാ കാരണവും ഞാൻ തന്നെയാണ് എന്ന് പലതവണ ഗീതയിലും മറ്റുപനിഷത്തുക്കളിലൊക്കെ പറഞ്ഞ ആശയം വളരെ മനോഹരമായിട്ടൊരു വൃക്ഷമായിട്ട്, പ്രപഞ്ചവൃക്ഷമായിട്ട് അവതരിപ്പിക്കുകയാണ് ഇവിടെ.
ഏകായനോസൗ ദ്വിഫലസ്ത്രിമൂലഃ ചതൂരസഃ പഞ്ചവിധഃ ഷഡാത്മാ സപ്തത്വകഷ്ടവിടവോ നവാക്ഷോ ദശച്ഛദീ ദ്വിഗോ ഹ്യാദിവൃക്ഷഃ ഏകായനോസൗ ദ്വിഫലസ്ത്രിമൂലഃ ചതൂരസഃ പഞ്ചവിധഃ ഷഡാത്മാ സപ്തത്വകഷ്ടവിടവോ നവാക്ഷോ ദശച്ഛദീ ദ്വിഗോ ഹ്യാദിവൃക്ഷഃ. അപ്പോ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചാകാരത്തിലിരിക്കുന്ന വൃക്ഷം, ആദിവൃക്ഷം, ആദ്യത്തെ വൃക്ഷം. ഈ പ്രപഞ്ചം തന്നെ ഒരു വൃക്ഷമാണ്. അത് ആദ്യത്തെ വൃക്ഷം ഭഗവാൻ തന്നെയാണെന്ന് പറയണം. ഏകായനഃ അസൗ. അസൗ ഏകായനഃ, ഏകമാകുന്ന അയനം, ഒരൊറ്റ ശരണം, ഒറ്റ ഗതി, ഒറ്റ ആശ്രയം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഒരൊറ്റ ആശ്രയത്തോടുകൂടിയതാണ് ഈ ആദിവൃക്ഷം, ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷം. ആ ഏകായനം, ഏകാശ്രയം ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനാകുന്ന ഏകമായിരിക്കുന്ന അയനത്തോടുകൂടിയതാണ് അയം ആദിവൃക്ഷഃ, അയം പ്രപഞ്ചവൃക്ഷഃ. ഭഗവാൻ തന്നെ മൂലം, ഊർധ്വമൂലം, എല്ലാറ്റിനും ഉപരിയായിരിക്കുന്ന, എല്ലാറ്റിനെയും അതിക്രമിച്ചു നിൽക്കുന്ന മൂലത്തോടുകൂടിയത്. ഏകായനഃ ദ്വിഫലഃ. അപ്പൊ ഇതിന് രണ്ട് ഫലങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ രണ്ട് ഫലങ്ങള്? ഈ സംസാര വൃക്ഷത്തിൽ അഥവാ ഈ പ്രപഞ്ച വൃക്ഷത്തിൽ രണ്ടു തരം പഴങ്ങളുണ്ട്, മധുരമുള്ളതും കയ്പുള്ളതും, അല്ലെ? സുഖവും ദുഃഖവും. ആ സുഖദുഃഖാത്മകങ്ങളായ ഫലങ്ങളോടുകൂടിയതാണ്. നമ്മുടെ മുണ്ടകോപനിഷത്തിൽ പറയുന്ന ഒരു പക്ഷി, രണ്ട് പക്ഷികൾ ഒരു വൃക്ഷത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നില്ലേ, അതുമായിട്ടൊന്നും സാമ്യമുണ്ട്. രണ്ടും ഒരേപോലെ തന്നെയുള്ള വൃക്ഷങ്ങൾ തന്നെയാണ്. അപ്പോൾ രണ്ട് പക്ഷികൾ ഒരു വൃക്ഷത്തിൽ ഇരിക്കുന്നു, എന്നിട്ട് അതിലുള്ള ഒരു പക്ഷി മിണ്ടാതെ ഉയരത്തിലുള്ള കൊമ്പില് സാക്ഷിയായിട്ടിരിക്കുന്നു, മറ്റൊരു പക്ഷി എല്ലാ ശാഖകളിലും പറന്നു നടന്ന് കൊത്തി തിന്നുന്നു, അതിലെ ഫലങ്ങളൊക്കെ കൊത്തി തിന്നുന്നു. എന്നിട്ട് ചിലപ്പോ മധുരമുള്ളത് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു, കഴിക്കുന്നതാവുമ്പോൾ വിഷമിക്കുന്നു. ദ്വാസുപർണൗ സയുജൗ സഖായൗ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യത് പിപ്പലം സ്വാദ്വസ്തി അനശ്നന്നന്യോ അഭിചാകശീഹി. അപ്പോ ദ്വാസുപർണൗ, രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തിലിരിക്കുന്നു. സമാനം വൃക്ഷം പരിഷസ്വജാതേ, ഒരേ വൃക്ഷത്തെ, സമാനം വൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരേ വൃക്ഷത്തിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. എന്നിട്ട് അതില് തയോരന്യഃ പിപ്പലം സ്വാദു അത്തി. പിപ്പലം എന്ന് പറഞ്ഞാൽ അതിലുള്ള പഴങ്ങള്, പിപ്പല വൃക്ഷമാണെങ്കിൽ ആ പിപ്പലത്തെ അധിക്കുന്നു. അന്യഃ ഏകഃ സ്വാദു ഫലം അത്തി എന്ന് വെച്ചാൽ അതിന്റെ സ്വാദു നോക്കി നോക്കി അനുഭവിക്കുന്നു, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു എന്നർത്ഥം. അനസ്നൻ അന്യഃ, അശിക്കാത്ത ഒന്ന്, ഒന്നും ഭുജിക്കാത്ത ഒന്ന്. അഭിജാകശീതി, മുകളിലിരുന്നു കൊണ്ട് ഇതിനെ നോക്കിക്കൊണ്ട് ഈ വൃക്ഷത്തെ സാക്ഷിയായി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ശാഖകൾ തോറും കൊത്തിപ്പറന്ന് ഫലങ്ങൾ അനുഭവിക്കുന്ന, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആ പക്ഷിയാണ് ഈ ശരീരമാകുന്ന ഇതിലുള്ള ജീവനാകുന്ന പക്ഷി. മറ്റത് സാക്ഷിയായിരിക്കുന്ന, ഒന്നിനാലും ബാധിക്കപ്പെടാത്തതായിട്ടുള്ള കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ലാത്ത സാക്ഷിഭാവത്തിലിരിക്കുന്ന ചൈതന്യം ഈശ്വരൻ. ആ ഈശ്വര ചൈതന്യം മുകളിലിരിക്കുന്ന പക്ഷി. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ദിഖഗോ എന്ന് പിന്നീട് പറയുന്നുണ്ട്. ദിഖഗഹ, നാലാമത്തെ വരിയില്. ദിഖഗഹ എന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷികളോട് കൂടിയത്. ഖഗമെന്നാൽ പക്ഷി. അപ്പൊ ദിഖഗഹ, രണ്ട് പക്ഷികളോട് കൂടിയതാണ് ഈ ആദിവൃക്ഷം.
അപ്പൊ ഈ വൃക്ഷത്തില് 2 ഫലങ്ങളുണ്ട്. അത് സുഖദുഃഖങ്ങളാണ് ഇവിടുത്തെ ദ്വിഫലം. ഇനി ത്രിമൂലം എന്ന് പറയുന്നുണ്ട്. എന്താണ് ത്രിമൂലം? സത്വം, രജസ്, തമസ് എന്നുള്ള മായയുടെ 3 ഗുണങ്ങളാണ് ഈ വൃക്ഷത്തിന്റെ 3 വേരുകൾ. ഈ 3 വേരുകളെ കൊണ്ടാണ് ഈ വൃക്ഷം ഉറച്ചു നിൽക്കുന്നത് ഭൂമിയിൽ, അല്ലെ? ഈ പ്രപഞ്ചവൃക്ഷം നിലനിൽക്കുന്നത് ഈ സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളെ കൊണ്ട് ബന്ധിച്ചിട്ടാണ്. ഗുണങ്ങളാണ് വേര് ഊന്നി നിൽക്കുന്നത്. എങ്ങനെയാണോ ഒരു 3 പിരികളുള്ള കയറില് ഏതെങ്കിലും ഒന്ന് പൊട്ടിയാൽ മറ്റതും വീക്കാവും, അതുപോലെയാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഗുണത്തിന് വൈഷമ്യം വന്നാൽ ഏതെങ്കിലും കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താൽ മറ്റതിനെയും ബാധിക്കും. മൊത്തത്തിൽ നിലനിൽപ്പ് ബാധിക്കും. അപ്പൊ ഇത് 3ഉം ഏകദേശം ബാലൻസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചവൃക്ഷം നിലനിൽക്കുന്നത്. അങ്ങനെ ദ്വിബലഹ ത്രിമൂലഹ, 3 വേരുകളോട് അഥവാ 3 ഗുണങ്ങളാകുന്ന വേരുകളോട് കൂടിയതാണ് ഈ ശരീരം, ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിൽ പിണ്ടാണ്ടവും പെടും, ബ്രഹ്മാണ്ടവും പെടും. മൈക്രോകോസം, മാക്രോകോസം, വ്യഷ്ടി, സമഷ്ടി. വ്യഷ്ടിയും സമഷ്ടിയും അടങ്ങുന്നതാണ് ഈ പ്രപഞ്ചവൃക്ഷം. അതില് വ്യഷ്ടിയിലും ഇതെല്ലാം ഉണ്ട്, സമഷ്ടിയിലും എല്ലാം ഉണ്ട്. യത് ബ്രഹ്മാണ്ടേ തത് പിണ്ടാണ്ടേ. പിണ്ടാണ്ടം വ്യഷ്ടി ശരീരമാണ്, ബ്രഹ്മാണ്ടം സമഷ്ടി ശരീരമാണ്, സമാനമാണ്. അപ്പൊ ഇങ്ങനെ ഒന്നിച്ച് ഇതിനെ വൃക്ഷമായിട്ട് കാണും. നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും ഒരേ വൃക്ഷം തന്നെ. ബുദ്ധിബലഹ ത്രിമൂലഹ ചതൂരസഹ. ചതൂരസഹ എന്ന് പറഞ്ഞാല് ഒരു വൃക്ഷത്തിലെ രസം. ഈ മനുഷ്യ ജീവിതം, ഈ ലോക ജീവിതം, ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് 4 അർത്ഥങ്ങളാണ്, 4 പ്രയോജനങ്ങൾ. രസം പോലെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങളെയാണ് ഇവിടെ രസശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. രസം ആസ്വദിക്കാനാണല്ലോ പഴങ്ങളൊക്കെ, അല്ലെ? ഇപ്പൊ 4 രസങ്ങളുണ്ട്. ആ 4 രസങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളതായിട്ടുള്ള 4 രസങ്ങളോട് കൂടിയതാണ് ഈ പ്രപഞ്ചവൃക്ഷം. ഇനി ചതുരസഹ പഞ്ചവിധ, 5 പ്രകാരത്തിൽ ഇരിക്കുന്നതാണ് അർത്ഥം. അപ്പൊ എന്താണത് 5 പ്രകാരം? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നെയാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, ഇങ്ങനെയുള്ള 5 വൃക്ഷങ്ങൾ, 5 ലക്ഷണങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ ഈ വൃക്ഷത്തിലുണ്ട്. അതിലൂടെ നമുക്ക് ഈ വൃക്ഷത്തെ അറിയാം. ഈ 5ലൂടെ വൃക്ഷത്തെ അറിയാം. 5 ലക്ഷണങ്ങളുണ്ട് ഈ വൃക്ഷത്തെ അറിയണം എന്നൊക്കെ അർത്ഥം. അതാണ് പഞ്ചവിധ, 5 പ്രകാരത്തിലുള്ളതും. ഷഡാത്മാ. ഷഡാത്മാ എന്ന് പറഞ്ഞാൽ 6 ഭാവങ്ങളുള്ളതും എന്നർത്ഥം. ഇതെന്താ 6 ഭാവങ്ങള്? 6 വികാരങ്ങൾ തന്നെയാണ്. അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ, വിനശ്യതി. 6 വികാരങ്ങൾ, ഷഡ്വികാരങ്ങൾ ഉള്ളതാണ് ഈ ശരീരം. ജനിക്കുക, നിലനിൽക്കുക, വളരുക, പരിണമിക്കുക, മരണം സംഭവിക്കുക, ഇതൊക്കെ നാശം സംഭവിക്കുക. ഇതൊക്കെ എന്താണ്? 6 വികാരങ്ങൾ. അപ്പൊ അതാണ് 6 ഭാവം. അല്ലെങ്കിൽ 6 എന്താ പറയുക, ദോഷങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. ഷഡ്വികാരങ്ങൾ, ഷഡ്ഭാവങ്ങൾ, ഷഡ്രിപുക്കൾ എന്നൊക്കെ പറയുന്ന കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ 6 ഭാവങ്ങള് ശോകം, മോഹം, ജരാ, മൃത്യു, വിശപ്പ്, ദാഹം, ഇങ്ങനെ 6ആയിട്ടും പറയാം. ശോകം, മോഹം, ജരാ, മൃത്യു, വിശപ്പ്, ദാഹം, ഈ 6 ഭാവങ്ങളോട് കൂടിയതാണ്. ഇതൊക്കെ വരുമ്പോ ഓരോ വികാരങ്ങളും വരുമ്പോ ഓരോ രൂപം സ്വീകരിക്കും. ദേഷ്യപ്പെടുമ്പോ ഒരു രൂപം, സങ്കടപ്പെടുമ്പോ ഒരു രൂപം, അല്ലെ? വിശക്കുമ്പോ മറ്റൊരു രൂപം, ദാഹിക്കുമ്പോ മറ്റൊരു രൂപം, ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ 6 വികാരങ്ങളോട് കൂടിയത് എന്ന് പറയാനാണ് ഷഡാത്മാ. സപ്തത്വക്ക്. സപ്തത്വക്ക് എന്ന് പറയുമ്പോൾ 7 ധാതുക്കളെയാണ് ഇവിടെ ത്വക്കുകളായിട്ട് പറയുന്നത്. ഛാദനം ചെയ്യുന്നത്, മറയ്ക്കുന്നത്. അപ്പൊ 7 ധാതുക്കള് ഇവിടെ സപ്തത്വക്ക് എന്ന ശബ്ദം കൊണ്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? ത്വക്ക്, മാംസം, രുതിരം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം.
സപ്തധാതുക്കളാണ്. ഇതൊക്കെയാണ് ത്വക്ക്, മാംസം, രുതിരം എന്ന് പറഞ്ഞാൽ രക്തം, മേധസ് കൊഴുപ്പാണ്, അസ്ഥി, അതുപോലെ അസ്ഥിയുടെ ഉള്ളിലുള്ള മജ്ജ, ശുക്ലം. ഇങ്ങനെ 7 ധാതുക്കളാകുന്ന തോലുകളോട് കൂടിയത് സപ്തത്വക്ക്. ഇതിനെ രക്ഷിച്ചു നിർത്തുന്നതാണ്. ഈ ധാതുക്കൾ ഉള്ളത് കൊണ്ടാണ് ഈ വൃക്ഷം സംരക്ഷിക്കും. അപ്പൊ തോലുപോലെ ഈ 6 ധാതുക്കൾ ഈ പ്രപഞ്ചവൃക്ഷത്തെ നിലനിർത്തുന്നു. ഇനി അഷ്ടവിടവ. വിടവം എന്നാൽ കൊമ്പുകളാണ്, ശാഖകളാണ്. അഷ്ടവിടവ 8 ശാഖകളോട് കൂടിയത്. 8 ശാഖകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചഭൂതങ്ങളും പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നുള്ള 3 അന്ധക്കരണങ്ങളും ചേർത്താണ് ഈ ആത്മവൃക്ഷത്തിന് 8 ശാഖകൾ. ഈ പ്രപഞ്ചവൃക്ഷത്തിന് 8 ശാഖകൾ. പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നുള്ള പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇത് 8 ശാഖകളായിട്ട് ഉപമിച്ചിരിക്കുന്നു. അഷ്ടവിടവ. നവ അക്ഷ. അക്ഷം എന്ന് പറഞ്ഞാല് ജനല്, ദ്വാരം എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഇവിടെ നവ അക്ഷ എന്ന് പറയുമ്പോൾ നവദ്വാരങ്ങളോട് കൂടിയതാണ്. നവദ്വാരേ പുരേ ദേഹി. മുകളിൽ മുഖത്ത് 7 ദ്വാരങ്ങളും അല്ലെ, 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, 1 വായ, 7. താഴെ 2. അങ്ങനെ നവദ്വാരങ്ങളോട് കൂടിയത്. 9 ദ്വാരങ്ങൾ, 9 കവാടങ്ങൾ അല്ലെങ്കിൽ ജനലുകളോട് കൂടിയത് നവാക്ഷ. ദശച്ഛതി. ദശച്ഛതി എന്ന് പറഞ്ഞാൽ ഛതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലകളായിട്ട് പറയാം. ഈ വൃക്ഷത്തെ ആച്ഛാദനം ചെയ്യുന്ന, മറച്ചു നിൽക്കുന്നത്. ത്വക്ക് മുമ്പേ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇലകളെയാണ് 10 ഇലകളോട് കൂടിയത്. ഇലകൾ വൃക്ഷത്തിൽ ഇളകിക്കൊണ്ടേയിരിക്കും അല്ലെ, ഇളകുന്ന സ്വഭാവമുള്ളതാണ് ഇലകൾ. അപ്പൊ അതുപോലെ നമ്മുടെ ശരീരത്തെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് 10 പ്രാണന്മാരാണ്. ആ പ്രാണൻ 10 എണ്ണം. 5 പ്രധാന പ്രാണങ്ങൾ അല്ലെ, പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ, മുഖ്യ പ്രാണന്മാരും പിന്നെ നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ, ഇങ്ങനെയുള്ള 5 ഉപപ്രാണന്മാരും. ഇയാള് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ദശച്ഛതി. ദശം 10, ഛതം ഇലകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഛന്ദാംസി യസ്യ പർണാനി എന്ന് ഗീതയിലും പറയും. ഇവിടെ ഛാദനം ചെയ്യുന്നത് ഛന്ദസ്. ഛതം എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നത്. അപ്പൊ ഈ വൃക്ഷത്തിന്റെ ഒരു വസ്ത്രം തന്നെയാണ്, ആവരണം തന്നെയാണ് എന്ത്, ഇലകളും. ഇവിടെ 10 ഇലകൾ എന്ന് പറഞ്ഞത് 10 പ്രാണങ്ങളെയാണ് ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതും ഇതിനെ നിലനിർത്തുന്ന. ഒരു വൃക്ഷത്തിൽ ഇലയുണ്ടെങ്കിലേ വൃക്ഷം നിലനിൽക്കുള്ളൂ അല്ലേ. ഇലകളാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണം ചെയ്ത് വൃക്ഷത്തിന്റെ അന്നം കൊടുത്ത് വൃക്ഷത്തെ പോഷിപ്പിക്കുന്നത്, വൃക്ഷത്തെ നിലനിർത്തുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ 10 പ്രാണങ്ങളാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത്, ഈ പ്രപഞ്ച ശരീരത്തെയും നിലനിർത്തുന്നത്. 10 പ്രാണരൂപത്തിൽ സമഷ്ടിയിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇനി ദിഖഗഹ എന്ന് പറഞ്ഞാൽ 2 പക്ഷികൾ, ജീവാത്മാവ്, പരമാത്മാവ്, ജീവൻ, ഈശ്വരൻ എന്നൊക്കെയുള്ള ഭാവത്തില് 2 പക്ഷികളുണ്ട് ഈ ശരീരമാകുന്ന വൃക്ഷത്തില്, ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷത്തില്. അപ്പൊ ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ ഒരു വൃക്ഷമായിട്ട് ഉപമിച്ചിട്ട് അങ്ങാണ് ഇതിന്റെ മുഴുവൻ ആശ്രയം, ആധാരം, കാരണം. ഞങ്ങള് അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. ഈ 2 പക്ഷികളിൽ ജീവഭാവത്തിലുള്ള പക്ഷികളാണ് ഞങ്ങള്. ഈശ്വരഭാവത്തിലുള്ള അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്നും കൂടി സൂചന, അർത്ഥം. ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കേണ്ടവരാണ്. ഞങ്ങളും അങ്ങും ഒന്നായി തീരുമ്പോൾ 2 ഇല്ല എന്നുള്ള ബോധം ഉറയ്ക്കുമ്പോൾ മാത്രമേ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്നേക്കുമായിട്ട് ഇല്ലാതാവുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങള്
അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. അങ്ങ് ശരണ്യനും ഞങ്ങള് ശരണം പ്രാപിക്കുന്നവരും ശരണാഗതന്മാരും എന്ന് ഭാവന. ഏകായനോസൗ ദിഫലസ്ത്രിമൂല ചതൂരസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടവിടപോ നവാക്ഷോ ദശച്ഛദീ ദ്വിഗോ ഹ്യാദിവൃക്ഷഃ ത്വമേക ഏവാസ്യ സതഃ പ്രസൂതിഃ ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിപശ്ചിതോ യേ ത്വമേക ഏവാസ്യ സതഃ പ്രസൂതിഃ ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിപശ്ചിതോ യേ ത്വം ഏകഃ ഏവ അസ്യ സതഃ പ്രസൂതിഃ ത്വം ഏകഃ ഏവ അങ്ങ് ഒരുവൻ തന്നെയാണ്, അങ്ങ് ഒരുവൻ മാത്രമാണ്. വേറൊരാൾ അങ്ങക്ക് പാർട്ട്ണർഷിപ്പ് ഇല്ല ഈ ബിസിനസ്സിൽ. എന്തിന്റെ? ഈ സതഃ അസ്യ സത്തായിരിക്കുന്ന ഇതിന്റെ, കാണപ്പെടുന്ന നമുക്കെല്ലാം അനുഭവവേദ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ആണ് സതഃ അസ്യ. സത്തായിരിക്കുന്ന വ്യാവഹാരിക സത്തയുള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ പ്രസൂതി. പ്രസൂതി എന്ന് പറഞ്ഞാലോ ഉൽപ്പത്തി സ്ഥാനം, കാരണം എന്നൊക്കെ അർത്ഥം. അങ്ങാണ് ഈ പ്രപഞ്ചത്തെ പ്രസവിച്ചവൻ, അങ്ങാണ് ഇതിന്റെ കാരണഭൂതൻ. ഇനി ത്വം സന്നിധാനം, അങ്ങ് തന്നെയാണ് ഇതിന്റെ നിധനസ്ഥാനവും ആശ്രയസ്ഥാനം അഥവാ ലയസ്ഥാനം എന്നർത്ഥമുണ്ട്. സന്നിധാനം ഗതിയായിരിക്കുന്നത്, അങ്ങയിലേക്ക് തന്നെയാണ് ഇതെല്ലാം വന്നു ചേരുന്നത്. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. ത്വം അനുഗ്രഹശ്ച എന്ന് പറയുന്നതിലൂടെ അങ്ങ് തന്നെയാണ് ഇതിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതിനെ മുറുക്കെ പിടിച്ചിരിക്കുന്നവനും ഇതിനെ സംരക്ഷിക്കുന്നവനും നിരന്തരം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ അനുഗ്രഹം. അപ്പൊ ഇതിനെ എന്താ പറയുക, സസ്റ്റെയിൻ ചെയ്യുന്നവൻ. ഈ സത്തയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനെ സസ്റ്റെയിൻ ചെയ്യുന്നവൻ, അനുഗ്രഹം ചെയ്യുന്നവൻ അങ്ങാകുന്നു. അവസാനം എല്ലാം വന്ന് ലയിക്കുന്ന സന്നിധാനം അങ്ങ് തന്നെയാകുന്നു. പ്രസൂതി അഥവാ കാരണം അങ്ങ് തന്നെയാകുന്നു. അപ്പോൾ ജന്മാദ്യസ്യ യതഃ എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് വരികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജന്മം, സ്ഥിതി, ലയം. ജന്മത്തെ സ്തുതിക്കുന്നത് പ്രസൂതി, സ്ഥിതിയെ സൂചിപ്പിക്കുന്നത് അനുഗ്രഹം, ലയത്തെ സൂചിപ്പിക്കുന്നത് സന്നിധാനം. ത്വമേക ഏവാസ്യ സതഃ പ്രസൂതിഃ ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച. അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം കൊണ്ടും കാരണഭൂതനും ആശ്രയഭൂതനും അവസാനം ഗതിയുമായിരിക്കുന്നവനും. ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ. ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ. അതാണ് ത്വന്മായയാ സംവൃതചേതസഃ. അപ്പോ ത്വന്മായയാ സംവൃതചേതസഃ ത്വാം നാനാ പശ്യന്തി. അങ്ങയുടെ മായ കൊണ്ട് സംവൃതചേതസഃ, ആരുടെ ചേതസ്സാണോ, ആരുടെ ബുദ്ധിയാണോ, മനസ്സാണോ, ചേതനയാണോ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആരുടെ ബുദ്ധി മായ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെയുള്ളവർ ത്വാം നാനാ പശ്യന്തി, അങ്ങയെ പലതായി കാണുന്നു. വാസ്തവത്തിൽ അങ്ങ് പലതല്ലല്ലോ, ഈ പ്രപഞ്ചമേ പലതല്ലല്ലോ. ഏകമേവ അദ്വിതീയം. ആകെ ഉണ്ടായിരുന്നത് ഒന്ന്, ഇപ്പോൾ ഉള്ളത് ഒന്ന്, ഇനി ശേഷിക്കുന്നതും ഒന്ന്. ആ ഒന്ന് മാത്രമുള്ളപ്പോൾ എന്തുകൊണ്ട് പലത് കാണുന്നു? ഭഗവാന്റെ മായ
നിമിത്തമായിട്ട്. മായ കൊണ്ട് സമൃദ്ധ ചേതസ്സുകളായതുകൊണ്ട് ഭഗവാന്റെ ഈ ഒരു പ്രത്യേക ശക്തിയാണ് മായ. എന്തിനെ? ഒന്നിനെ തന്നെ പലതാക്കി തോന്നിക്കുന്ന ശക്തി. ഏകമായിരിക്കുന്നതിനെ നാനാ രൂപത്തിൽ തോന്നിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ശക്തി. പക്ഷെ അതിനെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മളെ സമൃദ്ധ ചേതസ്സുകൾ എന്ന് പറയുന്നു. ഭഗവാന്റെ മായാശക്തി കൊണ്ട് നാനാ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം ബാധിക്കപ്പെടുമ്പോൾ നമ്മുടെ ബുദ്ധി മറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ ഈ കവറ് നീക്കി ഉണർന്ന് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്നുള്ള ആ ആഹ്വാനം കേട്ട് ചാടി എഴുന്നേറ്റ് അല്ലെ വരന്മാരെ പ്രാപിച്ച് ഗുരുക്കന്മാരെ പ്രാപിച്ച് അറിയേണ്ടത് അറിഞ്ഞു കഴിയുമ്പോൾ ഏകമേവ സത്യം, ഒറ്റ സത്യമേ ഉള്ളൂ, നാനാ ഇല്ല എന്നറിയുന്നു. അതാണ് ന വിഭശ്ചിതോ ഏ വിഭശ്ചിത തേന. ആരാണോ വിഭശ്ചിത്തുക്കൾ, വിദ്വാൻമാർ, സത്യമറിയുന്നവർ, വിചാരശീലന്മാർ, അങ്ങനെയുള്ള പണ്ഡിതന്മാരായിട്ടുള്ളവർ നാനാ ന പശ്യന്തി. ന എന്നുള്ളത് കൊണ്ട് ന പശ്യന്തി എന്നർത്ഥം. അവര് നാനാത്വം കാണുന്നില്ല. അപ്പൊ വിദ്വാൻമാരായിട്ടുള്ളവർ, പണ്ഡിതന്മാരായിട്ടുള്ളവർ, രഹസ്യം അറിയുന്നവർ, ആ ഗുരുമുഖത്തു നിന്ന് വേണ്ടതെല്ലാം ശ്രവിച്ച് വിചാരം ചെയ്ത് ഈ സത്യത്തെ സാക്ഷാത്കരിക്കുന്നവർ, അവരാണ് വിപശ്ചിത്തുക്കൾ. ആ വിദ്വാൻമാർ പലത് കാണുന്നില്ല. എന്നാൽ സമൃദ്ധ ചേതസഹ ത്വാം നാനാ പശ്യന്തി. ബുദ്ധി മൂടപ്പെട്ടിരിക്കുന്ന മൂഢന്മാരായിരിക്കുന്നവർ, അല്ലെ, ചിന്തിക്കാത്തവർ, വിചാരശീലന്മാരല്ലാത്തവർ, കണ്ടതിനെ സത്യമെന്ന് കരുതി ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെല്ലാം ഭഗവാന്റെ മായ കൊണ്ട് മൂടപ്പെട്ട ബുദ്ധിയോടുകൂടിയവരായി ഈ നാനാത്വത്തെ സത്യമെന്ന് കരുതുന്നു. എന്നാൽ വിചാരശീലന്മാരായിട്ടുള്ളവർ ഇതിന്റെ പരമകാരണത്തെ അന്വേഷിച്ച് കണ്ടെത്തി അവര് പലത് കാണുന്നില്ല, ഏകം മാത്രം കാണുന്നു. സ്വർണപ്പണിക്കാര് ഏത് സ്വർണാഭരണത്തിലും സ്വർണം ദർശിക്കുന്നത് പോലെ, മൺപാത്ര നിർമ്മാണം ചെയ്യുന്നവർ എങ്ങനെയാണോ എല്ലാ മൺപാത്രത്തിലും മണ്ണ് ദർശിക്കുന്നത് അതുപോലെ. അപ്പൊ അറിവില്ലാത്തവർക്ക് അനേക രൂപത്തിൽ കാണുന്നു, അറിവുള്ളവർക്ക് ഏകരൂപത്തിൽ കാണുന്നു. ദൃഷ്ടി വൈകല്യമാണ് അനേകം കാണാൻ കാരണം. അപ്പൊ അങ്ങ് തന്നെയാണ് ഇതിന്റെ ഉൽപ്പത്തി സ്ഥാനം, ഇതിന്റെ അനുഗ്രഹസ്ഥാനം, അതിന്റെ നിധനസ്ഥാനം, സന്നിധാനം. എന്നാൽ അറിവില്ലാത്തവർ വിചാരം ചെയ്യുന്നില്ല, മൂഢന്മാരായിരിക്കുന്നു, ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ബിഭർഷിരൂപാണ്യവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സതാമഭദ്രാണി മുഹുഃഖലാനാം. ബിഭർഷിരൂപാണി അവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സദാം അഭദ്രാണി മുഹുഃഖലാനാം. ഭഗവാനോട് പറയുന്നു, അവബോധ ആത്മാത്വം ചരാചരസ്യ ലോകസ്യ ക്ഷേമായ സതാം സുഖാവഹാനി സത്വോപപന്നാനി രൂപാണി മുഹുഹു ബിഭർഷി. അവബോധ ആത്മാത്വം. അവബോധ ആത്മ, അവബോധമാണ് അങ്ങയുടെ സ്വരൂപം, ജ്ഞാനമാണ് അങ്ങയുടെ സ്വരൂപം, ബോധമാണ് അങ്ങയുടെ സ്വരൂപം, ചൈതന്യമാണ് അങ്ങയുടെ സ്വരൂപം, പ്രജ്ഞാനം ബ്രഹ്മ. ആ ബോധസ്വരൂപനായിരിക്കുന്ന അങ്ങ്, അറിവിന്റെ മൂർത്തിയായിരിക്കുന്ന അങ്ങ്, കോൺഷ്യസ്നസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളായിരിക്കുന്ന അങ്ങ്, ത്വം ചരാചരസ്യ ലോകസ്യ ക്ഷേമായ, ഈ ചരാചരാത്മകമായിരിക്കുന്ന ഈ ലോകത്തിന്റെ ക്ഷേമത്തിന് നിലനിൽപ്പിനായിക്കൊണ്ട്, അഭിവൃദ്ധിക്കായിക്കൊണ്ട്, സദാം സുഖാവഹാനി, സജ്ജനങ്ങൾക്ക് സുഖത്തെ ആവഹിക്കുന്നതും ജനിപ്പിക്കുന്നതും, അതേസമയം അഭദ്രാണി ഖലാന,
ഖലാനാം അഭദ്രാണി, ദുഷ്ടന്മാർക്ക് അഭദ്രങ്ങൾ അഥവാ നാശത്തെ ഉണ്ടാക്കുന്നതും അവർക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നതും. അപ്പൊ ദുഷ്ടജനങ്ങൾക്ക് അഭദ്രങ്ങളാണ് ഭഗവാന്റെ മൂർത്തികൾ, സജ്ജനങ്ങൾക്ക് വളരെ സുഖങ്ങളെ ആവഹിക്കുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്. അങ്ങനെയുള്ള സത്വോപപന്നാനി രൂപാണി, സത്വോപപന്നാനി സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സത്വഗുണ സ്വരൂപമായിരിക്കുന്ന രൂപങ്ങളെ, മൂർത്തികളെ മുഹുഹു ബിബർഷി അങ്ങ് വീണ്ടും വീണ്ടും ധരിക്കുന്നു. എന്താണ് അവതാരങ്ങളുടെ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ഇവിടെ ദേവകി പുത്രനായിട്ട് അങ്ങ് ജനിക്കാൻ പോവുകയാണ്. ഈ ജന്മം സാധാരണ ജീവന്മാരെ പോലെയുള്ള ജന്മമാണോ? അല്ല, അങ്ങ് ഈശ്വരൻ തന്നെയാണ്. അങ്ങ് സ്വതന്ത്രനായിട്ടാണ് ഈ രൂപങ്ങളെ സ്വീകരിക്കുന്നത്. ഈ രൂപം സാധാരണക്കാരുടെ രൂപവുമല്ല. അതാണ് സത്വോപപന്നാനി, സത്വഗുണം പൂർണമായിരിക്കുന്ന ശുദ്ധസത്വാത്മകമായിരിക്കുന്ന ശരീരമാണ് അങ്ങ് സ്വീകരിക്കുന്നത്. അല്ലാതെ സാധാരണ പ്രാകൃത ജീവന്മാരെ പോലെ മലിന സത്വന്മാരായിട്ടല്ല. അപ്പൊ എന്തിനാണ്? ദുഷ്ടന്മാരെ നശിപ്പിക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനുമായിട്ടാണ് അങ്ങയുടെ അവതാരങ്ങൾ. ഇതങ്ങ് മുഹുഹു ബിബർഷി വീണ്ടും വീണ്ടും ധരിക്കുന്നു. യുഗേ യുഗേ സംഭവാമി, ആവശ്യത്തിനൊക്കെ അനുസരിച്ച് അതാത് യുഗങ്ങളിൽ ഭഗവാൻ ഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേക അവതാരങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ എന്തിനു വേണ്ടിയിട്ടാണ് അവതാരം? ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം. ഇങ്ങനെയുള്ള വ്രതത്തെ നടത്താൻ പലവട്ടം അങ്ങ് രൂപം ധരിക്കുന്നു. ഇത് അങ്ങയുടെ കരുണ കൊണ്ട് തന്നെയാണ്, അല്ലാതെ കർമ്മബന്ധം കൊണ്ട് അവശനായിട്ടല്ല. ഞങ്ങളോടുള്ള കരുണ കൊണ്ട് അങ്ങ് അവതാര ശരീരങ്ങളെ ധരിക്കുന്നു. അപ്പൊ അവതാരം എന്തിനാണ്? ഈ പ്രപഞ്ച വൃക്ഷത്തെ രക്ഷിക്കാൻ തന്നെയാണ്. ഭഗവാനാകുന്ന ആ കാരണത്തിൽ നിന്ന് ഭഗവാനെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഈ പ്രപഞ്ചം, അതിനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ വിവിധ അവതാരങ്ങളെ ധരിക്കുന്നു എന്നുള്ള ആ അവതാരത്തിലേക്ക് വരികയാണ്. ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുന്നു അടുത്ത ശ്ലോകങ്ങളിലും. അത് നമുക്ക് വൈകുന്നേരം പറ്റിയാൽ കാണാം. വൈകുന്നേരം 6:30 നോക്കാം. ഓ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉപസംഹരിക്കുന്നു. ഹരി ഓം.